مرحبا يا طلابي إلى فصل جديد للصف الثامن. فكيف حالكم طيبون؟ സുഖം അല്ലേ? فأننا أتممنا الوحدة الأولى في الفصول الماضية. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് തീർന്നു അല്ലേ? അതിന്റെ ആക്ടിവിറ്റി ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ? نحن اليوم ندخل إلى وحدة جديدة وهي الوحدة الثانية. الوحدة الثانية രണ്ടാമത്തെ യൂണിറ്റ്. واسم الوحدة هنا الطعام حق. الطعام حق. ما هو الطعام؟ حق. فهيا ما معنى هذه الجملة؟ ഈ ജുംലയുടെ അർത്ഥം എന്താണ്? അതിനു മുമ്പ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഹയ്യ നുഷാഹിദ്, നമുക്കൊരു വീഡിയോ കാണാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആശയത്തിലേക്ക് വരാൻ പറ്റും. ഓക്കെ, നമുക്കൊരു വീഡിയോ കാണാം. هناك ماذا تقرؤون؟ أنت وياك خان يونس غازا تشاهدون وماذا شاهدتم؟ هناك بعض الأطفال ماذا أنهم جائعون. جائع ماذا؟ അവര് വിശന്നു അല്ലേ? എവിടെയാണ്? وهذا في غزة في فلسطين. نحن اليوم നമുക്കെന്നറിയാം ഗസയിലെ ആക്രമണങ്ങൾ, ഇസ്രായേലിന്റെ ആക്രമണം മൂലം കുട്ടികൾ അവിടെ ഒരുപാട് വഹും ലാ യഹ്സുലൂന അലാ തുആമിൻ കാഫിൻ. ആവശ്യത്തിന് ഭക്ഷണം അവർക്ക് ലഭിക്കുന്നില്ല അല്ലേ? അവരുടെ ആ നിലവിളി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അന്നഹും ജായഊന മുൻദു അയ്യാം, കുറെ ദിവസങ്ങളായി അവർ മാന അത്ത്വആമു ഖലീലുൻ. അത്ത്വആമു ഖലീലുൻ ഫി ഗസ. ഗസയിൽ ഭക്ഷണം വളരെ കുറവാണ്. എന്നാൽ അതേസമയം നമുക്കൊരു വേറൊരു വീഡിയോയും കൂടി കാണാം. നോക്കൂ മക്കളെ. അതായത് 1/3 ഭക്ഷണങ്ങൾ എന്താണ് വലിച്ചെറിയുന്നു എന്നാണ്. ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് ലാ ത്വആം, ഭക്ഷണമില്ല. എന്നാൽ ഒരേ സമയത്ത് മറ്റു സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു? എന്താണ് 1/3, അതായത് ഏകദേശം 46 ദശലക്ഷം ഭക്ഷണ ട്രക്കുകൾ പാഴാക്കപ്പെടുന്നു എന്നാണ് കണക്ക്. മനസ്സിലായോ? One in 7 people are starving. 7 പേരിൽ ഒരാൾ പട്ടിണി മൂലം മരിക്കുന്നു. ഗുണനിലവാരമുള്ള നമ്മളെ ലോക ഒരു ഭാഗത്ത് ഫുഡ് വേസ്റ്റ് ആക്കല്, മറ്റൊരു ഭാഗത്ത് ഫുഡ് ഇല്ലാത്ത അവസ്ഥ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്? നമ്മള് ഭക്ഷണം പാഴാക്കരുത് എന്നൊരു സന്ദേശത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോ അത്വആമു ഹഖുൻ, ഭക്ഷണം എന്നുള്ളത് ഇറ്റ്സ് എ റൈറ്റ്. ഭക്ഷണം ഒരു അവകാശമാണ്. അത്വആമു ഹഖു കുല്ലി മൻ ഉലിദ ഫിൽ അർദ്. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരുടെയും ഒരവകാശമായി ഭക്ഷണത്തെ നമ്മൾ മനസ്സിലാക്കണം അല്ലെ? അത്വആമു ഹഖുൻ, ഫുഡ് ഈസ് എ റൈറ്റ്. ഫുഡ് ഒരു അവകാശമാകുന്നു എന്നുള്ളതാണ്. ഫമാദാ നഫഅൽ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മള് ലാ തുസ്രിഫ് ഫി തആം, ഭക്ഷണം പാഴാക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അക്സറൻ നാസ് ശബഅൻ ഫി ദുനിയ. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ
വയറു നിറച്ച് കഴിച്ചവർ അക്സറുഹും ജുഅൻ യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ വിശപ്പുള്ള ആയിട്ട് മാറുമെന്ന് മൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ ഈസാലത്തുന ഖല്ലാ തഖ്ദർ അത്വആമക്, ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത്. കുൻ ബത്തലൽ ബിഅ, നിങ്ങൾ പ്രകൃതിയുടെ സ്റ്റാർ ആയി മാറണം, ഹീറോ ആയി മാറണം. ഭക്ഷണം വേസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഹീറോ അല്ല, വില്ലനാണ്. അല്ലെ, ഹീറോ അല്ല, വില്ലനാണ്. പിന്നെന്താണ്? അക്രിം ദുയൂഫക് ബിമാ തശാ, നിങ്ങളുടെ അതിഥികളെ നിങ്ങൾ നന്നായി സൽക്കരിച്ചോ. ലാക്കിൻ ലാ തുസ്രിഫ് മത, വേസ്റ്റ് ചെയ്യരുത്. ഖാല അല്ലാഹു തആല കുലൂ വഷ്റബൂ, നിങ്ങൾ കുടിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫൂ, പാഴാക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹുവിന് പാഴാക്കുന്നവരെ ഇഷ്ടമല്ല എന്ന്. അല്ലെ, തവഖഫ് അൻ ഹദ്രി തആം, പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി പരീക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ അതിന് യൂസ് ചെയ്യാവുന്ന വാക്കാണ് തവഖഫ് അൻ ഹദ്രി തആം, ഭക്ഷണം വേസ്റ്റ്, സ്റ്റോപ്പ് ഫുഡ് വേസ്റ്റിംഗ് ആണ്. സുലുസു തആമിൽ മുൻതജ് ഫിൽ ആലം, ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന 1/3 ഭക്ഷണം യുഫ്ഖദ് ഔ യുഹ്ദർ സനവിയൻ, ഒരു വർഷം നഷ്ടപ്പെടുകയോ പാഴാക്കപ്പെടുകയോ ചെയ്യുന്നു. ومع ذلك واحد من بين كل 9 أشخاص يذهب للنوم جائعا كل يوم, അതോടൊപ്പം തന്നെ എന്താണ് 9 ഒരാൾ ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്നത് വിശന്നുകൊണ്ടാണ്. അതാണ് WFP കണക്ക് പ്രകാരം കേട്ടോ. പിന്നെന്താ, ലനൂഖിഫ് ഫഖ്ദൽ അഗ്ദിയ വഹദിരിഹ, ഫുഡ് വേസ്റ്റ് നമുക്ക് നിർത്താം. മിൻ അജലിൽ ബഷർ, ഹ്യൂമനിറ്റിക്ക് വേണ്ടിയിട്ട്, മനുഷ്യന് വേണ്ടി. വമിൻ അജലി കൗക്കബിൽ അർദ്, ഈ ഭൂമിക്ക് വേണ്ടി. മനസ്സിലായോ? അപ്പൊ ഈ മെസ്സേജുകളൊക്കെ നിങ്ങൾ നോട്ടിലൊന്ന് എഴുതി വെക്കണം കേട്ടോ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ നമ്മുടെ പാഠഭാഗത്തില് അവലൻ ഹുനാക സൂറത്തുൻ മദാ തുഷാഹിദൂൻ, ഹദിഹി സൂറത്തുൻ ഫി ഐന, എവിടെയായിരിക്കും? എനിക്ക് ചിത്രം കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഫഹാദ ഫി ആഫ്രിക്ക, അല്ലെ? അപ്പോ അലൈക്കും അൻ തുഇദ്ദു ജുംലതൻ ലിഹാദിഹിൽ അസ്സൂറ, ഇതിനൊരു പോസ്റ്റർ പോലെ ഒരു വാക്കുകൾ നിങ്ങൾ എഴുതാൻ പറ്റും. അല്ലെ, നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് തന്നെ അത്വആം ഹഖുൻ ലാ തഹ്ദർ അത്വആം, അങ്ങനെയുള്ള വാചകങ്ങളൊക്കെ നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ അത്തരം ഒരു വാചകം എഴുതുക കേട്ടോ. മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാചകങ്ങൾ. അതിനുശേഷം നമുക്ക് ഹുനാക ഖിസ്സത്തു ജുഹ, മൻഹു ജുഹ, നമുക്ക് ഇനി ജുഹയുടെ ഒരു കഥ പഠിക്കാം. മൻ ജുഹ, ആരാണ് ജുഹ? ജുഹ ഒരു കോമിക് കഥാപാത്രമാണ്. അറബി സാഹിത്യത്തില് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടും ജുഹയുടെ കഥകൾ. ഹോജ കഥകൾ എന്ന് മലയാളത്തിലും കിട്ടുന്നത് ശരിക്കും ജുഹയാണ് അറബിയിൽ. അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകൾ നിങ്ങൾ ജസ്റ്റ് ജുഹ എന്ന് യൂട്യൂബിൽ ചെയ്ത് നോക്കിയാൽ മതി, ഒരുപാട് കഥകൾ അതിൽ കിട്ടും. അപ്പൊ നമുക്ക് നഹ്നു ഹുനാക ഖിസ്സത്തു ജുഹ ഇസ്മുഹ മിഅ്തഫുൻ ജായ. മാദാ മിഅ്തഫ്? ഹദാ ലിബാസുൻ, ഒരു വസ്ത്രത്തിന്റെ പേരാണ് മിഅ്തഫ്, കോട്ട്. ജായ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കുട്ടികൾ ജായ ആണെന്ന് പറഞ്ഞില്ലേ, വിശക്കുന്ന കോട്ട് കേട്ടോ, വിശക്കുന്ന കോട്ട്. ഹൽ മിഅ്തഫു യജൂഉ, മിഅ്തഫിന് വിശപ്പുണ്ടാകുമോ? ഉണ്ടാവില്ല, അല്ലെ? എന്നാൽ ഹുനാക മിഅ്തഫുൻ ജായിഉൻ, ഇവിടെ വിശക്കുന്ന ഒരു കോട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഹദിഹി ഖിസ്സത്തുൻ മാദാ ഹുനാക. هيا نقرأ. مرة دعي جها إلى قصر غني لوليمة، توجه إليه بملابسه البالية، فاستوقفه البواب ومنعه من الدخول وقال: إن سيدي أخبرني بأنه لم يدع أحدا رث الثياب مثلك. عاد جها إلى بيته وارتدى معطفا جديدا، ثم توجه إلى القصر مرة ثانية، فاستقبله الحارس وقاده إلى الوليمة. جلس جها على المائدة ولم يتناول شيئا،
ولكن بدأ يملأ جيب معطفه بأنواعه الطعام. لما رأى الغني معاملته الغريبة سأله غالبا: ماذا تفعل يا رجل؟ أمجنون أنت؟ فرد عليه بسخرية: لست بمجنون، وإنني أطعم ملابسي الغالية لأنها الضيف الحقيقي ولست أنا. ماذا فهمتم؟ നന്നായി കഥയൊന്ന് വായിച്ചു നോക്കാം അല്ലെ. അപ്പൊ ഹുനാക്ക മാത ഷാഹത്തും ഹുനാക്ക വലീമ മത ഒരു സദ്യ അല്ലെ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് അല്ലെ. ഹുനാക്ക അന്ന മൻ ഹുവ ജുഹ മാതാ യഫഅൽ അന്നഹു യംല ജൈബഹു ബിത്വആം. അവന്റെ ആ കോട്ടില് മൊത്തം ഫുഡ് നിറക്കുകയാണ് അല്ലെ. അപ്പൊ ആളുകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. മാതാ ഹദസ ഹുനാക്, എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഹയ്യ നഖ്റ, നമുക്ക് വായിക്കാം. മറത്തൻ once ദുഇയ ജുഹ, ജുഹ വാസ് ഇൻവൈറ്റഡ്, ജുഹയെ ക്ഷണിക്കപ്പെട്ടു. എവിടേക്ക്? ഇല ഖസ്ർ ഗനി, ഇല ഖസ്ർ കൊട്ടാരം കേട്ടോ. ഗനിയമൻ ഒരു റിച്ച്, ഗനിയ ളിദ്ദുഹു ഫഖീർ ദരിദ്രൻ, ധനികൻ. ഒരു ധനികന്റെ കൊട്ടാരത്തിലേക്ക് ലിവലീമ ഒരു സദ്യ, ഒരു ഫംഗ്ഷന് ക്ഷണിച്ചു. തവജ്ജഹ ഇലൈഹി, ജുഹ പോയി എവിടേക്ക്? ഇലൈഹി ഇലൽ വലീമ ഔ ഇല ഖസ്ർ ഗനിയിൻ ബിമലാബിസിഹി. മലാബിസ് എന്ന് പറഞ്ഞ ഡ്രസ്. അൽ ബാലിയ അൽ ഖദീമ, ഒരു എന്താണ് ബാലിയ എന്ന് വെച്ചാൽ ഈ നുരുമ്പിച്ച അല്ലെങ്കിൽ പഴയ ഡ്രസ് ഇട്ടിട്ട്, കുറച്ച് പഴയ ഡ്രസ് ഇട്ടിട്ടാണ് അവൻ പോയത്. ഫസ്തൗഖഫഹു നിൽക്കാൻ ആവശ്യപ്പെട്ടു. അവനെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. മൻ ഇസ്തൗഖഫൽ ബവാബ് ഹാരിസ് ഗനിയ. അവിടെയുള്ള ഹാരിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗേറ്റ് കീപ്പർ ഉണ്ടാവില്ല, അയാള്. അയാളെ തടഞ്ഞു. ആരാ? ജുഹയെ തടഞ്ഞു. മിന ദുഖൂൽ, ടു എൻറ്റർ. എന്നിട്ട് പറഞ്ഞു പ്രവേശിക്കാൻ, അവനവിടെ പ്രവേശിക്കുന്നത് തടഞ്ഞു. വഖാല, എന്നിട്ട് ഹാരിസ് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഇന്ന സയ്യിദി, മൈ ഓണർ, മൈ ലോർഡ്, എന്റെ ഓണർ എന്താ? അഖ്ബറനി, എന്നെ അറിയിച്ചിട്ടുള്ളത്, എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബി അന്നഹു ലം യദ്ഉ അഹദൻ റസ്സ സിയാബി മിസ്ലക്. അന്നഹു ലം യദ്ഉ, അദ്ദേഹം വിളിച്ചിട്ടില്ല. ഹി ഡിഡ്ന്റ് ഇൻവൈറ്റ് അഹദൻ, ഒരാളെയും വിളിച്ചിട്ടില്ല. റസ്സ സിയാബ് ഖദീം സിയാബ്, മോശം വസ്ത്രം. ബാലി സിയാബ്, ഇങ്ങനെയുള്ള മോശം വസ്ത്രം. മിസ്ലക്, നിന്നെ പോലെ മോശം വസ്ത്രമുള്ള ആരെയും ഈ കല്യാണത്തിന് വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ വലീമയ്ക്ക് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ജുഹ ഒരു ആഖിൽ മൻ, ബുദ്ധിയുള്ള അയാൾ എന്ത് ചെയ്തു? ജുഹ ഇല ബൈതിഹി, ജുഹ വീട്ടിലേക്ക് പോയി. കോട്ട് അൽ ജദീദ്, ന്യൂ, ഒരു പുതിയ കോട്ട് ധരിച്ചു. ثم توجه الى القصر ذهب الى القصر ايضا, വീട്ടിലേക്ക് പോയി. മറത്തൻ സാനിയ, സെക്കൻഡ് ടൈം. ടൈം സാനിയ, സെക്കൻഡ്, രണ്ടാം പ്രാവശ്യം പോയി. ഫസ്തഖബലഹുൽ ഹാരിസ്, അന്നേരം ഹാരിസ് എന്ത് ചെയ്തു? അയാൾ റിസീവ് ചെയ്തു. ആരെ? നമ്മുടെ ജുഹയ. വഖാദഹു, കൊണ്ടുപോയി. ഇലൽ വലീമ, ഫുഡ്, ആ ഫംഗ്ഷനിലേക്ക് കൊണ്ടുപോയി. ജലസ ജുഹ അലൽ മാഇദ, അവൻ ആ മാഇദ, ഡൈനിങ് ടേബിളിൽ അടുത്തിരുന്നു. വലം യതനാവൽ ഷൈഅൻ വലാകിൻ ലം യഅകുൽ ഷൈഅൻ, ഒന്നും കഴിച്ചില്ല. വലാകിൻ ബദഅ യംലഉ, മാദാ ഫഅല, അയാൾ എന്ത് ചെയ്തു? ബദഅ തുടങ്ങി, യംലഉ നിറയ്ക്കാൻ, ഫിൽ ചെയ്യാൻ തുടങ്ങി. ജൈബ മിഅതഫിഹി, അദ്ദേഹത്തിന്റെ മിഅതഫിന്റെ കോട്ടിന്റെ കീശ നിറച്ചു. ബി അൻവാഇ ത്വആം, ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട്. വിവിധ ഇനം ഭക്ഷണങ്ങൾ കൊണ്ട് കോട്ടിന്റെ കീശ നിറച്ചു. അപ്പൊ ഭക്ഷണം മൊത്തം എന്ത് ചെയ്തു? കീശ നിറക്കുകയാണ്. ലമ്മ റഅൽ ഗനിയ,
മൻ റഅ ഹദാ, ഇത് നമ്മുടെ ഖനി കണ്ടു. ലമ്മ റഅ വെൻ സാ അൽ ഖനി ദിസ്, ഈ ഖനി ഇത് കണ്ടപ്പോ മുആമലത്തുഹു, അയാളുടെ പെരുമാറ്റം, അൽ ഗരീബ, ഈ സ്ട്രേഞ്ച് ആയ പെരുമാറ്റം. സഅലഹു ഗാലിബൻ, സഅലൽ ഖനിയ്യ യജുഹാ ഗാലിബൻ, ഗാലിബൻ അയാൾ ദേഷ്യത്തോടെ ആംഗ്രി ചോദിച്ചു, മാദാ തഫഅൽ, വാട്ട് ഡു യു ഡൂയിങ്, നീ എന്താ ചെയ്യുന്നത്? യാ റജുൽ, ഓ മാൻ, വാട്ട് ഡു യു ഡൂയിങ്? അമജ്നൂനൻ അൻത, ആർ യു മാഡ്? അമജ്നൂനൻ അൻത, മാദാ ഖാല, എന്താ ചോദിച്ചത്? അമജ്നൂനൻ അൻത, ആർ യു മാഡ്, നിനക്ക് ഭ്രാന്തുണ്ടോ? ഫറദ്ദ അലൈഹി ബിസുഖ്രിയ, ഫറദ്ദ അലൈഹി, ഹി റിപ്ലൈഡ്, മൻ റിപ്ലൈഡ്, ആരാണ് ഉത്തരം പറഞ്ഞത്? ജുഹ. ജുഹ മറുപടി കൊടുത്തു ബിസുഖ്രിയ, കളിയാക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു, ലസ്തു ബി മജ്നൂൻ, ഐ ആം നോട്ട് മാഡ്, ലസ്തു ബി മജ്നൂൻ, ഞാൻ ഭ്രാന്തനല്ല. വ ഇന്നനി ഉതഇമു മലാബിസി, ഐ ഫീഡ് മൈ ഡ്രസ്, ഞാൻ എന്റെ ഡ്രസ്സിന് ഫുഡ് കൊടുക്കുകയാണ്. അൽ ഖാലിയ, അൽ ഖാലിയ വളരെ വിലപിടിപ്പുള്ള എന്റെ ഭക്ഷണത്തിന് ഞാൻ ഫുഡ് കൊടുക്കുകയാണ്. അല്ലെ അന്നഹ, കാരണം എന്റെ വസ്ത്രമാണ് അൽ ലൈഫ്, അതിഥി, അൽ ഹഖീഖി, ദ റിയൽ, എന്റെ റിയൽ ഗസ്റ്റ് എന്ന് പറയുന്നത് എന്റെ വസ്ത്രമാണ്, ഞാനല്ല. എന്റെ വസ്ത്രത്തെയാണ് നിങ്ങൾ ക്ഷണിച്ചത്, എന്നെയല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ മോശം വസ്ത്രം ധരിച്ചപ്പോ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടത്, അല്ലെ? വലസ്തു അന, ഞാനല്ല. അതായത് നിങ്ങളുടെ റിയൽ ഗസ്റ്റ് എന്ന് പറയുന്നത് ലൈഫുൽ ഹഖീഖി, നിങ്ങളുടെ റിയൽ ഗസ്റ്റ് എന്നുള്ളത് എന്റെ വസ്ത്രമാണ്. എന്റെ വസ്ത്രം നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്ത് ഇതിലേക്ക് ക്ഷണിച്ചത്, അല്ലെ? നമ്മുടെ നാട്ടിൽ ഇതുപോലെ കസീർ മിനൽ വലീമാത്ത് അല്ലത്തി തുദഅ ഫീഹി അൽ അഗ്നിയാഉ ഫഖത്ത്, ഈ പണക്കാരെ മാത്രം വിളിക്കുന്ന ഫങ്ഷൻസ് ഒക്കെ നടക്കും, അല്ലെ? അവർക്ക് കൊടുക്കാവുന്ന ഒരു മറുപടിയാണ്, അല്ലെ? ജുഹ നല്ല ആക്ടിലും സക്കിയും ആയതുകൊണ്ട് അയാൾക്ക് നല്ലൊരു മറുപടി കൊടുത്തു. അതോടുകൂടി അയാൾക്ക് കാര്യം മനസ്സിലായി, ഇനി അങ്ങനെ ചെയ്യില്ല അയാൾ, അല്ലെ? ഫഹുനാക ബഅദുൽ അസ്ഇല نراجع القصة ونجيب عن الأسئلة. من استوقف جهة أمام القصر ولما؟ من استوقف, ആരാണ് ജുഹയെ കൊട്ടാരത്തിന് മുമ്പിൽ നിർത്തിയത്, എന്തിനാണ് നിർത്തിയത്? മൻ അൽ ബവ്വാബ്, അല്ലെ? മൻ അൽ ബവ്വാബ്. ലിമാദ, എന്തുകൊണ്ടാണ് നിർത്തിയത്? എന്താണ് നമുക്ക് തന്നെ, എന്തുകൊണ്ടാണ് അവനെ നിർത്തിയത്? ലി അന്ന, ഈ ഇന്ന മാറ്റി ലി അന്ന സയ്യിദി എന്നുള്ളത് സയ്യിദഹു എന്നാക്കാം. ലി അന്ന സയ്യിദഹു, അയാളുടെ മോഡമ പറഞ്ഞ അഖ്ബറഹു, അയാളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബി അന്നഹു ലം യദഉ അഹദൻ റസ സിയാബ്, മോശം വസ്ത്രം ധരിച്ചു വരുന്ന ആരെയും ക്ഷണിച്ചിട്ടില്ല. മിസ്ല ജുഹ, ജുഹയെ പോലെയുള്ള, മിസ്ല ജുഹ എന്ന് എഴുതാം കേട്ടോ. ലി അന്ന സയ്യിദഹു അഖ്ബറഹു ബി അന്നഹു ലം യദഉ അഹദൻ റസ സിയാബ് മിസ്ല ജുഹ, അതുകൊണ്ടാണ് കടത്തായത്, അല്ലെ? ഹൽ സാറുൽ ഖനിയു ഗാലിബൻ, ഖനി ഗാലിബായോ? നഅം, അല്ലെ? ഹൽ എന്ന് വെച്ചാൽ നഅം. ലിമ, എന്തുകൊണ്ടാണ്? ലി അന്ന ജുഹ, എങ്ങനെ പറയണം? ലി അന്ന ജുഹ ബദഅ യംലഉ ജൈബ മിഅതഫിഹി ബിഅൻവാഇ തഅം. ലി അന്ന ജുഹ എന്നതിന്റെ മുമ്പിൽ വരണം കേട്ടോ. ലി അന്ന ജുഹ ബദഅ യംലഉ ജൈബ മിഅതഫിഹി ബിഅൻവാഇ തഅം ഫസ്വാറ ഗാലിബൻ, അതുകൊണ്ട് അവൻ ഗാലിബായി. ഹൽ ശാറക്തും ഫീ മിസ്ല ഹാദിഹിൽ വലീമ, ഇതുപോലുള്ള വലീമയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് നഅമെന്നോ ലായെന്നോ എഴുതാൻ പറ്റും, അല്ലെ? മാ റഅയുകും അൽ ഇസ്റാഫ് ഫിൽ വലീമ, ഈ വലീമയിൽ ഇസ്റാഫ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലെ? അൽ ഇസ്റാഫു മംനൂഉൻ എന്ന് പറയാം. അൽ ഇസ്റാഫു മംനൂഉൻ, അല്ലെ? എന്താണ്? ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് എന്താണ്? മംനൂഉൻ, വിലക്കപ്പെട്ടതാണ് എന്ന് പറയും, അല്ലെ? പിന്നെ അതുപോലെ കുറെ ഞാൻ ഇതിനു മുമ്പ് കുറച്ച് എന്താണ് ഇതൊക്കെ കാണിച്ചു തന്നില്ലേ, പോസ്റ്റേഴ്സ്, അതിലെ വാചകങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതാം. ഇതിന്റെ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ട്, മക്കൾ പോയി കാണാം. പിന്നെ ഹുനാക ബഅദുൽ ജുമൽ അല്ലതി നസ്തതിഉ അൻ നസ്തഅമിലഹ ഫിൽ അൽ മുൽസഖാത്ത്. നമ്മൾ പോസ്റ്ററുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ, ചിലപ്പോൾ ഇത് പരീക്ഷയ്ക്ക്
നിങ്ങൾക്ക് ഇത് ഡിസോർഡർ ആക്കി തന്നിട്ട് ഓർഡറിലാക്കാൻ വേണ്ടി പറയും. അതുപോലെ ഇതിന്റെ ട്രാൻസ്ലേഷൻ ചോദിക്കും. അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഷർറു ത്വആമി ത്വആമുൽ വലീമ, ഏറ്റവും മോശം ഭക്ഷണം ത്വആമുൽ വലീമ എന്താണ്? ഒരു ഫംഗ്ഷനുള്ള ഭക്ഷണമാണ്. എങ്ങനെയാണ് ഫംഗ്ഷൻ? യുദ്ആ ലഹൽ അഗ്നിയാ വയുത്റകുൽ ഫുഖറാ, ധനികന്മാരെ വിളിക്കുകയും ദരിദ്രന്മാരെ ഒഴിവാക്കുകയും ചെയ്യുന്ന വലീമയിലെ ഭക്ഷണമാണ് ഏറ്റവും മോശം ഭക്ഷണം. മല്ലം യദുഖ് ത്വഅമൽ ഫഖർ, ദാരിദ്ര്യത്തിന്റെ രുചി ആരും ദാരിദ്ര്യത്തിന്റെ രുചിക്കാത്തവൻ ലാ യഅരിഫ് ഖീമത്തൽ ഖിന, സമ്പത്ത് അല്ലെങ്കിൽ ഐശ്വര്യത്തിന്റെ വില മനസ്സിലാവില്ല. അതായത് ദാരിദ്ര്യം അനുഭവിച്ചവന് ഐശ്വര്യത്തിന്റെ വില മനസ്സിലാവൂ എന്നാണ് ഇതിനർത്ഥം. അൽ അഖ്ലു സലീം ഫിൽ ജിസ്മി സലീം, അൽ അഖ്ലു സലീം ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി, ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി അല്ലെ. ഫുഡ് വേസ്റ്റാക്കി ഫുഡ് അധികം കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തെ സലീമ ആക്കാതിരിക്കരുത്. പിന്നെ മാ മലഅ ഇബ്നു ആദം വിയാഅൻ ശർറൻ മിൻ ബത്നിഹി, മാ മലഅ ഇബ്നു ആദം വിയാഅൻ ശർറൻ മിൻ ബത്നിഹി, ഇബ്നു ആദം മനുഷ്യപുത്രൻ നിറച്ചിട്ടില്ല വിയാഅൻ ഒരു പാത്രവും ശർറൻ മിൻ ബത്നിഹി, അവന്റെ വയറിനേക്കാൾ ഷർറായ മോശമായ ഒരു പാത്രവും നിറച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, അതായത് അധികം വയർ നിറയ്ക്കുന്നത് മോശമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കസ്റത്തു തആം, അധിക ഭക്ഷണം തുമീത്തുൽ ഖൽബ്, ഹൃദയത്തെ കൊല്ലും. കമാ തുമീത്തു കസ്റത്തുൽ മാ, അധികം വെള്ളം അസ്സറ, കൃഷിയെ നശിപ്പിക്കുന്നത് പോലെ അധികം ഭക്ഷണം നമ്മുടെ ഹൃദയത്തെയും നശിപ്പിക്കും എന്ന വാചകങ്ങൾ. അപ്പൊ ഇതൊക്കെ പോസ്റ്ററുകളിലൊക്കെ യൂസ് ചെയ്യേണ്ട ഫുഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോക ഫുഡ് ദിനം അതുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന വാചകങ്ങളാണ്. അത് നിങ്ങൾ ഇതിന്റെ മനസ്സിലാക്കിയിട്ട് പോണം, ആശയം മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഇത് ഓർഡറിലായി കറക്റ്റ് സെന്റൻസ് എഴുതി പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ثم هناك نشاط آخر نقرأ ونفهم. قصر പ്ലസ് غني, قصر غني. قصر ماذا? കൊട്ടാരം. غني എന്താ? غني ധനികൻ അല്ലെ. അപ്പോ ഈക്വൽ ടു കസ്റു ഖനിയൻ. ഇവിടെ എത്തിയപ്പോൾ എന്ത് മാറ്റം വന്നു? ഖനിയന്റെ അവസാനത്തിൽ കസ്റു തൻവീൻ വന്നു. അപ്പൊ മാതാ ആദ്യം കൊട്ടാരം, ഇത് ഖനിയൻ ധനികൻ. അപ്പോ കൊട്ടാരം ധനികൻ, അപ്പൊ ധനികന്റെ കൊട്ടാരം. ഈ കസ്റു വന്നതോടുകൂടി ഇവിടെ ഇന്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഓഫ് എന്ന അർത്ഥം വന്നു അല്ലെ. കസ്റു ഖനിയൻ എന്നാണ്, ഖനിയന്റെ കൊട്ടാരം. അതേപോലെ ഇവിടെ ജൈബ് എന്താണ്? ജൈബ് അൽ മുഅ്തഫ്, കോട്ട് അല്ലെ. അപ്പൊ കോട്ടിന്റെ കീശായമായി ജൈബുൽ മുഅ്തഫി. അപ്പൊ രണ്ടാമത്തെ വാക്ക് അതിനെപ്പോഴും അവസാനത്തിലൂടെ കസ്ർ വരുന്നത് കണ്ടോ? ഇതിനെ കുറിച്ചൊരു വീഡിയോ നമുക്ക് കാണാം. നോക്കൂ മക്കളെ, ഒരു മിനിറ്റ്. كل هذا الضرب فنقول قلم التلميذ. قلم അല്ലെ. അവിടെ ഒരു കുട്ടിയുണ്ട്, എന്താണ്, അതിനൊരു പേനയുണ്ട് അല്ലെങ്കിൽ പെൻസിലുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ പേന എന്ന് പറയാൻ കലം അത്തിൽമീസ്, കുട്ടിയുടെ പേന. التلميذ. إذن هذا القلم ملك للتلميذ. إذن كلمة قلم مضاف وكلمة التلميذ أو صاحب. അപ്പോൾ നമ്മൾ ഇതിലെ ആദ്യത്തെ വാചകത്തെ മുളാഫ് എന്നാണ് പറയുക. എന്താണ് മക്കളെ? മുളാഫ്. രണ്ടാമത്തെ കസ്ർ വരുന്ന വാക്കിന് നമ്മൾ മുളാഫ് ഇലൈഹി എന്നും പറയും. അതാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കേണ്ടത്. അപ്പൊ കലം മുളാഫ്, മുളാഫ് ഇലൈഹി. ഓക്കെ, അടുത്ത് നോക്കാം. القلم مضاف إليه. لاحظ أيضا مقعد الطفل، مقعد الطفل. إذن مقعد مضاف، الطفل مضاف إليه. لاحظ أيضا حقيبة التلميذ، حقيبة التلميذ. حقيبة من؟ حقيبة التلميذ. إذن حقيبة مضاف والتلميذ مضاف إليه. حقيبة. മനസ്സിലായില്ലേ? ഹഖീബത്ത് മുളാഫ്, തിൽമീസ് ആരുടെ ബാഗാണ്? ഈ കുട്ടിയുടെ ബാഗാണ്.
അതുപോലെ തന്നെയാണ് ഇവിടെയും ഹാരിസ് 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 എന്താണ് ഹാരിസ് എന്ന് പറഞ്ഞാല് നമ്മളെ കീപ്പർ, അൽ ബവാബ ഗേറ്റ്. അപ്പൊ ഗേറ്റ് കീപ്പർ, ഗേറ്റിന്റെ കീപ്പർ, ഹാരിസുൽ ബവാബത്തി. അപ്പൊ രണ്ടാമത്തെ വാക്കിൽ നമ്മൾ എപ്പോഴും കെസ്ർ കൊടുക്കൽ നിർബന്ധം, അത് ഓർത്തിരിക്കണം. അതുപോലെ അൻവാ ഇനങ്ങൾ, അത്വാം ഭക്ഷണങ്ങൾ. അപ്പൊ ഭക്ഷണത്തിൽ നമ്മുടെ പാഠഭാഗത്തിലുള്ള വാക്കാണ് അല്ലെ, ഭക്ഷണത്തിന്റെ ഇനങ്ങൾ. ഇന്റെ അർത്ഥം കിട്ടാൻ നമ്മൾ രണ്ടാമത്തെ വാക്കിന് കെസ്ർ കൊടുക്കും. അതിനെ നേരത്തെ കാണിച്ച പോലെ മുദാഫ് ഇലൈഹി എന്ന് പറയും. അവിടെ നോക്കൂ, മിഅ്തഫ് അൽ മുമർരിളത്തി. മിഅ്തഫ് കോട്ട്, അൽ മുമർരിളത്തി കണ്ട, നേഴ്സിന്റെ കോട്ട്, അബിയ വെള്ളയാണ്. അതുപോലെ മനാറ ഡാഷ് തൊവീല, നീളമുള്ളതാണ്. എന്തിന്റെ? പള്ളിയുടെ എന്നല്ലേ വേണ്ടത്. അപ്പൊ അൽ മസ്ജിദ് മനാറത്തു അൽ മസ്ജിദ് ബി എന്ന് തന്നെ എഴുതണം, കാരണം മുദാഫിലേഹി കസ്ർ കൊടുക്കണം. ലൗന് ഇതെന്താണ്? കക്കയുടെ ഈ ഉറാബ് അല്ലെ, ലൗനുൽ ഉറാബി അസ്വദ്, കാക്കയുടെ നിറം കറുപ്പാണ്. പിന്നെന്താ ഇവിടെ? ഇത് എന്താണ്? ഇതാണ് സ്കൂൾ അല്ലെ. അപ്പൊ നമ്മൾ സ്കൂളിന്റെ മുറ്റം എന്ന് പറയാം. മുറ്റത്തിന് നമ്മൾ എന്താ പറയാ? ബാഹത്തുൽ സ്കൂളിന്റെ, ബാഹത്തുൽ മദ്രസത്തി വാസിഅത്തുൻ, അല്ലെങ്കിൽ ബാഹത്തുൽ മദ്രസത്തി ജമീലത്തുൻ എന്ന് വേണം പറയാം കേട്ടോ. ഈ മുലാഫിലേക്ക് മനസ്സിലാക്കിയിരിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ നോക്കൂ, വീണ്ടും മുലാഫിലേക്ക് തന്നെ വേറെ രീതിയിലൂടെ വന്നിട്ടുണ്ട്. ബാബാനി അൽ മസ്ജിദി കബീർ. ബാബ് എന്നർത്ഥം, ബാബ് എന്ന് വെച്ചാൽ വാതില്, ബാബാനി രണ്ട് ബാബ്, അൽ മസ്ജിദ് മസ്ജിദിന്റെ, കബീർ വലുത്. അപ്പൊ ബാബാനി അൽ മസ്ജിദി കബീർ. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? അപ്പൊ വിഭജനം വന്നു കഴിഞ്ഞാൽ ബാബാ എന്നെ പറയുള്ളൂ. മുലാഫില് നമ്മൾ അതിന്റെ നൂന് കളയും, മസ്ജിദീന്നാകും കേട്ടോ. ബാബാ അൽ മസ്ജിദ്. ഇനി കലം എന്നാണെങ്കിലോ, കുട്ടിയുടെ രണ്ട് പേന, കലമാനി പ്ലസ് അൽ വലതി എന്നാണെങ്കിൽ കലമാ അൽ വലതി. മനസ്സിലായി? അതുപോലെയാണ് ഇവിടെ കബീർ എന്തായി? കബീറാനി എന്നുമായി. രണ്ടെണ്ണം ഉണ്ടല്ലോ, മസ്ജിദിന്റെ രണ്ട് വാതിലും കബീറാനി, രണ്ട് വലുതാണ് എന്നാണ്. ഐനാനി അൽ ഫീലി സഗീറത്തുൻ. അപ്പൊ എങ്ങനെ പറയും? നൂ ഒഴിവാക്കണം. ഐനാ അൽ ഫീലി സഗീറത്താനി, ഫീലിന്റെ രണ്ട് കണ്ണ് ചെറുതാണ്. അജലത്താനി അദ്ദറാജത്തി ജദീദത്തുൻ. എങ്ങനെ പറയും? അജലത്താനി എന്നുള്ളത് അജലത്താ അദ്ദറാജത്തി ജദീദത്താനി, സഗീറത്താനി പറഞ്ഞ പോലെ ജദീദത്താനി. കണ്ടോ? അപ്പൊ ഇവിടെ ഈ ഇങ്ങനെ ഈ മറ്റേ തുറന്നതായി മാറും കേട്ടോ, അത് ഓർക്കണം. ഉദ്നാനി അൽ അർണബ്. അർണബ് അതാ മുയൽ. ഉദ്നാനി അൽ അർണബ്, അർണബിന്റെ ചെവി തൊവീലത്തുൻ നീണ്ടതാണ്. അപ്പൊ ഉദ്നാ അൽ അർണബി തൊവീലത്താനി എന്നാ വരും. ഓക്കെ, ഇത്രയാണ് ഇതിലെ ആക്ടിവിറ്റികൾ. എല്ലാം വൃത്തിയായിട്ട് ചെയ്യുക. വീണ്ടും കാണാം. ക്ലാസ്സിലെ എല്ലാ ആക്ടിവിറ്റികളും നന്നായി ചെയ്യുക. മുൻപത്തെ ക്ലാസ്സുകൾ ഈ ചാനൽ തന്നെ ലഭ്യമാണ്, പോയി കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.